കൂടുതലും ആളുകൾ ഇപ്പോൾ വീട് പണിയുടെ സമയത്ത് അതിൻ്റെ വിൻഡോ തിരഞ്ഞെടുക്കുന്നത് UPVC അലുമിനിയം സ്ലൈഡിംഗ് വിൻഡോസും ഓപ്പണബിൾ ടൈപ്പ് ഗ്ലാസ് വിൻഡോസും ഒക്കെയാണ്. ഇതിൻ്റെ സേഫ്റ്റി പല ആളുകളും അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാറില്ല. ഇത് വിൻഡോ നമ്മൾ വെക്കുന്ന സമയത്ത് ടെഫൺ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാലും നോർമൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റീൽ ഗ്രിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ബെഡ്റൂമിൽ ചെയ്ത ഡിസൈനാണ്. UPVC വിൻഡോസാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്ത സ്റ്റീൽ ഗ്രിൽസാണിത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 12 mm സ്ക്വയർ പോളിഷ് റാഡുകളാണ്. 12 mm സോളിഡ് റാഡുകളാണ് ഇതിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒറിസോണ്ടലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെർട്ടിക്കലായിട്ടും കൊടുക്കാം, ഇങ്ങനെ ഒറിസോണ്ടൽ ടൈപ്പായിട്ടും കൊടുക്കാം. പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ടും സ്ലൈഡിംഗ് വിൻഡോസുകളാണ് വരുന്നത് കൊണ്ട് ഒറിസോണ്ടൽ ഡിസൈനാണ് കൂടുതൽ മാച്ച് ആവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ഇവിടെ ഈ സിംഗിൾ വിൻഡോ ആയതുകൊണ്ട് ഇതിന് നമുക്കൊരു വെർട്ടിക്കൽ സപ്പോർട്ടോ വെർട്ടിക്കൽ മെമ്പറോ ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഈ ഭാഗത്തോട്ട് ലെങ്ത്ത് കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ 2 വെർട്ടിക്കൽ സപ്പോർട്ടുകൾ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഇത് ലേസർ കട്ടിങ് ഇതിൽ നമ്മൾ ഈ വെർട്ടിക്കൽ കൊടുക്കുന്ന സമയത്തെല്ലാം ഇതിന് നമ്മൾ ഹോൾസ് കൊടുക്കുമ്പോൾ അത് ലേസർ കട്ടിങ്ങിലാണ് ഈ ഹോൾസ് കട്ട് ചെയ്യുന്നത്. ഇത് റെക്റ്റാങ്കിൾ സ്ക്വയർ ട്യൂബുകളാണ് ഇതിന് വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കൂടുതലും നമ്മൾ ഈ ഗ്രിൽസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ടാണ്. സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് തന്നെ ഈ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ശേഷം അതിൻ്റെ സൈഡ് ഫ്രെയിമുകളും മെയിൻ ഫ്രെയിം സൈഡിലൂടെ വരുന്ന ഫ്രെയിമെല്ലാം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഉള്ളിൽ പോകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഏകദേശം പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ ഇത് സൈഡ് ഫ്രെയിം അകത്ത് പോകും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇത് കൂടുതൽ കാണാൻ പറ്റില്ല. അപ്പോൾ വിൻഡോസ് ഇതുപോലെയുള്ള ഗ്രില്ലുകൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാക്സിമം നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ പിന്നീട് നമുക്കത് ആ പ്ലാസ്റ്ററിങ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് അത് റീപ്ലാസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടും വരും.